ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ റീസെന്റ് ആയി പുറത്തിറങ്ങിയ ബ്യോംകേഷ് ബാക്ഷി എന്ന ബംഗാളി വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ വെബ് സീരീസിൽ മൊത്തം 2 കഥകളാണുള്ളത്. രണ്ടും അതിഗംഭീര കഥകളാണ്. തീർച്ചയായിട്ടും അവസാനം വരെ കാണണേ. സീരീസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കറിയിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ക്ലബ്ബാണ് കാണിക്കുന്നത്. ചീട്ടുകളിയൊക്കെ നടക്കുന്ന ഒരു ക്ലബ്ബിൽ കുറെ പേര് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ബാബു എന്നൊരു വ്യക്തി ഒരുപാട് കാശ് പോയി തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ക്രോസ് ചെയ്ത് ഒരാൾ വരുന്നുണ്ട്. ഒരു കള്ള ലക്ഷണത്തോടെയാണ് അവൻ വരുന്നത്. വന്നവൻ ഈ ക്ലബ്ബ് നടത്തുന്നവരുടെ അടുത്ത് എന്തോ ഒരു പാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഡ്രഗ് പാക്കറ്റുകളാണെന്ന് വ്യക്തമാണ്. ഡ്രഗ് പെഡലർ എന്നൊക്കെ പറയില്ലേ, ആ പണിയാണ് ഇവൻ ചെയ്യുന്നത്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി അവൻ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്നവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു കത്തി വെച്ച് അവനെ കുത്തിക്കൊല്ലുന്നു. കൊന്നത് ആരാണെന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് മാത്രം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ സീൻ കട്ട് ചെയ്താൽ ഒരു മിനിസ്റ്ററെ കാണിക്കുന്നു. ആ മിനിസ്റ്റർ SP വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ചില സ്ഥലങ്ങളിൽ ക്രൈം വളരെ കൂടുതലായി നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഡ്രഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി പുള്ളി ഫീൽ ചെയ്യുന്നുണ്ട്. താൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് SP ചീത്തയും പറയുന്നുണ്ട്. സർ, എന്തെങ്കിലും ചെയ്യാം സർ, ഏതെങ്കിലും ഒരു ഓഫീസറെ വെച്ച് ഞാൻ നിരീക്ഷിക്കാം എന്ന് SP പറയുന്നു. ഈ ഡ്രഗിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് പോലീസുകാരെല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുണ എന്ന് പറയുന്ന ഒരാളുടെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ആ വഴി വരുന്നത്. നമ്മുടെ ഹീറോയാണ് ബക്ഷി. എന്നാൽ മറ്റുള്ളവരോട് തന്റെ ഐഡന്റിറ്റി വേറെ രീതിയിലാണ് പുള്ളി പറയുന്നത്. വന്ന ഹീറോ പോലീസിനോട് ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതല്ലേ ചെക്ക് ചെയ്തത്, ഇനി വിട്ടേക്ക് എന്നൊക്കെ സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലീസ് നീ പോടാന്ന് പറഞ്ഞ ആ ഗുണയെ പറഞ്ഞയക്കുന്നു. അവനും ഹീറോയെ നോക്കി നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഒരു കാർഡ് അവൻ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഹീറോ ആ കാർഡ് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ ഒരു ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പുള്ളി പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുകളിൽ ഒരു 4-5 റൂം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പേഷ്യൻസിനെ നോക്കുന്ന ആൾ അവിടെയുള്ള അജിത്ത് എന്നൊരാളോട് സംസാരിക്കുന്നു. അജിത്ത് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അജിത്തിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ഈ സ്ഥലത്തേക്ക് വരുന്നു. ഹീറോയുടെ പേര് ബക്ഷി എന്നാണ്. പക്ഷെ പുള്ളി വേറൊരു പേരാണ് അവരോട് പറയുന്നത്. ഹീറോ ഈ സ്ഥലത്ത് തനിക്കൊരു റൂം വേണം എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ പ്രായമായ ഡോക്ടർ ഇവിടെ റൂമൊന്നുമില്ലല്ലോ, എല്ലാത്തിലും ആളുകളുണ്ട്, സോറി എന്നൊക്കെ പറയുന്നു. അല്ല, എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, ഒരു 2-3 ദിവസത്തേക്ക് റൂം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും റൂം ഇല്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർ പറഞ്ഞയക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് അജിത്ത് എൻ്റെ റൂമിൽ വേണമെങ്കിൽ നിൽക്കുന്നു, നിങ്ങളുടെ ജോലി കഴിയുന്നവരെ നിന്നോളൂ എന്ന് പറയുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ അത് സമ്മതിക്കുന്നു. ഇപ്പോൾ അജിത്ത് അയാളുടെ റൂമിലേക്ക് ഹീറോയെ കൊണ്ടുവരികയാണ്. വരുന്ന വഴിക്ക് അശ്വിൻ ബാബു എന്നൊരു പ്രായമായ ആളെ കാണുന്നു. ഈ പ്രായമായ ആളെയാണ് സ്റ്റാർട്ടിങ്ങിൽ ക്ലബിൽ ചീട്ട് കളിക്കുന്നതായി കാണിച്ചത്. ഇയാളെ ക്രോസ് ചെയ്താണ് ആ വ്യക്തി പോയതും പിന്നീട് കൊല്ലപ്പെട്ടതും. ഇയാൾ കൊലപാതകം ചെയ്തിരിക്കാമെന്നാണ് നമ്മളെ കാണിക്കുന്നത്. മറ്റൊരാൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ പേര് മഹേഷ് എന്നാണ്. ഇപ്പോൾ മഹേഷിനെയും അജിത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അടുത്തതായി അജിത്ത് അയാളുടെ റൂമിലേക്ക് ഹീറോയെ കൊണ്ടുവരുന്നു. റൂമിൽ ഒരു റൈറ്റിംഗ് ടേബിൾ പോലെയുണ്ട്. അതിനടുത്ത് കുറെ പേപ്പറുകൾ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. എന്താ ഈ ചുരുട്ടിയിട്ടിരിക്കുന്നതെന്ന് ഹീറോ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അജിത്ത് വെറുതെ ഒന്ന് ചിരിക്കുന്നു. ഹീറോ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മരിച്ചുപോയവരെ അടയാളപ്പെടുത്താൻ ഒരു മാർക്ക് വരയ്ക്കില്ലേ, അത് വരച്ചിരിക്കുന്നത് കാണുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഗുണ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടില്ലേ, കുറച്ചുനാൾ മുമ്പ് ഒരു മരണം നടന്നിരുന്നു, ആ മാർക്കാണ് എന്ന് അജിത്ത് പറയുന്നുണ്ട്. ഓഹോ, കൊലപാതകം നടന്നോ എന്ന് ഹീറോയും ചോദിച്ചറിയുന്നു. ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാനായി ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഇവർ 2 പേരും വരികയാണ്. അവിടെ നേരത്തെ തന്നെ അശ്വിൻ ബാബു ഉണ്ട്, അതുപോലെ മഹേഷും ഉണ്ട്. ഇതുകൂടാതെ ഗുണ എന്ന് പറയുന്ന പോലീസിന്റെ കയ്യിൽ നിന്നും ഹീറോ രക്ഷിച്ച ആൾ പുള്ളിയും അവിടെയുണ്ട്. ആ ഗുണ തന്റെ ജോലിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹീറോ ആ ജോലിയെ പറ്റി പറയുന്നു. എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ കാർഡ് ഇട്ടിട്ട് പോയില്ലേ, ആ വഴിയാണ് എനിക്ക് മനസ്സിലായത് എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ ഇവർ 3 പേരോടും ഹീറോ സംസാരിച്ച് ഈ സ്ഥലത്ത് ഇടപഴകാൻ തുടങ്ങുന്നു. വെറുതെ പേരിന് ചീട്ട് കളിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണറായ ആ ഡോക്ടറും ഇവരോട് സംസാരിക്കാൻ വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോ റൂമിൽ വന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അശ്വിൻ ബാബു ക്ലബിൽ കളിച്ചിട്ട് വരുന്നതായി ഹീറോ കാണുന്നത്. ഇതെല്ലാം സ്മോക്ക് ചെയ്തുകൊണ്ട് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അജിത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. അത്രയും പേപ്പർ ചുരുട്ടിയിട്ടിരുന്നല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. അജിത്തും അത് വിശദീകരിക്കുന്നു. അജിത്തിനെ സംബന്ധിച്ച് ഈ സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ കഥകളൊക്കെ എഴുതുന്ന ആളാണ്. അവസാനമായി ഒരു കഥ എഴുതാൻ ഞാൻ വളരെ ട്രൈ ചെയ്യുന്നുണ്ട്. 6 മാസത്തിലധികമായി കഥയ്ക്കുള്ള യാതൊരു ഐഡിയയും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നു. വിഷമിക്കേണ്ട, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്ന് ഹീറോ പറയുന്നു. ഹീറോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അജിത്തിന് മനസ്സിലാവുന്നില്ല. കൂടുതൽ സമയം ഹീറോ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കിടന്നുറങ്ങാൻ തുടങ്ങുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്ന അജിത്തിന് പെട്ടെന്ന് ഉണർവ് വരുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോ തലയണ വെച്ച് തറയിൽ എന്തോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ താഴെ എലിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാണ് കേൾക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. അജിത്ത് ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റതാണ്. ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അശ്വിൻ ബാബുവിനെ മഹേഷ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എന്റെ കാശ് തിരിച്ചതാ എന്ന് കുറച്ച് ഭീഷണിയോടെ സംസാരിക്കുന്നു.
ഇവർ രണ്ടുപേർക്കും ഇടയിൽ എന്താ പ്രശ്നം എന്ന് അജിത്ത് ഒരു നോട്ടം നോക്കിയിട്ട് പോവാണ്. രാവിലെ ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ വാതിലിൽ തട്ടുന്നു. എന്താ കാര്യമെന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. അശ്വിൻ ബാബു വാതിൽ ഓർക്കുന്നില്ല എന്ന് എല്ലാവരും പറയാണ്. എന്താ തുറക്കാത്തതെന്ന് കരുതി ഇവർ വാതിൽ വിളിച്ച് അകത്തേക്ക് കയറുന്നു. നോക്കുമ്പോൾ അശ്വിൻ ബാബു സ്വന്തം കഴുത്ത് സ്വയം മുറിച്ച് മരിച്ചു കിടക്കുന്നതായി കാണുന്നു. ഇത് കാണുന്നവർക്ക് ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ഇവിടെയാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു SP കാണിച്ചില്ലേ, പുള്ളി നടന്നു വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ എതിരെ വന്ന് നിൽക്കുകയാണ്. ബക്ഷി, നിന്നെ കണ്ടതിൽ സന്തോഷം, ജോലി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോ ഒരു അന്വേഷണത്തിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഐഡന്റിറ്റി ഒക്കെ മാറ്റി ആ റൂമിൽ സ്റ്റേ ചെയ്യാണ്. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഡ്രഗിന്റെ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവിടെ ഒരുപാട് ഡ്രഗുകൾ റെഡിയാക്കുന്നുണ്ട്. ആ ഡ്രഗ് പല സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് ബക്ഷി വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. അശ്വിൻ ബാബു മരിച്ചതായി കാണിച്ചില്ലേ, ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു ഇൻസ്പെക്ടർ കേസ് അന്വേഷിക്കാൻ വരുന്നു. വന്നയാൾ ഇത് ആത്മഹത്യയാണ് എന്ന് പറയാണ്. കാരണം കാണുമ്പോൾ അങ്ങനെയാണല്ലോ തോന്നുന്നത്. വളരെ സാധാരണമായി അയാൾ അത് പറയുന്നു. എന്നാൽ ഹീറോ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പറയുന്നു. എന്ത് വെച്ചിട്ടാണ് കൊലപാതകമാണെന്ന് പറയുന്നത്? കയ്യിൽ കത്തിയുണ്ട്, സ്വന്തം കഴുത്ത് അയാൾ തന്നെയാണ് മുറിച്ചിരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അല്ല സർ, ജനലുണ്ടല്ലോ, ആ വഴി കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടാവാം എന്ന് ഹീറോ പറയുന്നു. എന്നാൽ ഇൻസ്പെക്ടർ അയാൾ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ശരി, നീ ആരാ എന്ന് ഹീറോയെ നോക്കി ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. ശരി, നിങ്ങൾ പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ എല്ലാവരെയും പുറത്താക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഇത് ആത്മഹത്യയല്ല എന്ന് പറയുന്നത് എന്ന് അജിത്ത് ചോദിക്കുമ്പോൾ ഹീറോ ഒരു കാരണം പറയുന്നു. രാത്രി സമയത്ത് പോലും ആ അശ്വിൻ ബാബു ക്ലബിൽ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് വന്നത്. യാതൊരു പ്രശ്നമില്ലാത്തവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ലല്ലോ. അത് വെച്ചിട്ടാണ് ഇത് കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയത് എന്ന് ഹീറോ പറയുന്നു. ജനൽ വഴി വരാൻ സാധ്യതയുണ്ടെന്ന് ഹീറോ പറഞ്ഞില്ലേ. താഴെ നിന്ന് ആർക്കെങ്കിലും ജനലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ഹീറോ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഡോക്ടർ ആ സ്ഥലത്തേക്ക് വന്ന് അജിത്തിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവന്റെ പെരുമാറ്റം എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ, വേഗം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോകാൻ പറ, പെട്ടെന്ന് നിന്റെ റൂം ഒഴിയാൻ പറ എന്ന് ഡോക്ടർ പറയുന്നു. ശരി, ഓക്കെ എന്ന് അജിത്തും അയാളോട് പറയുന്നു. അതിനുശേഷം ഹീറോയോട് സംസാരിക്കാൻ വന്ന അജിത്ത്, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്ന് പറയുന്നു. അതായത് രാത്രി ബാത്റൂമിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അശ്വിൻ ബാബുവിനെ മഹേഷ് ഭീഷണിപ്പെടുത്തുന്നത് അജിത്ത് കണ്ടിരുന്നു. എന്തോ കാശിന്റെ കാര്യത്തിൽ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നം നടന്നിട്ടുണ്ട്. നീ പറഞ്ഞതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഓർമ്മ വന്നത് എന്ന് അജിത്ത് പറയുന്നു. അപ്പോൾ മഹേഷിനെ ഉടനെ പിടിക്കണം എന്നിവർ ചിന്തിക്കുകയാണ്. കാരണം ഇയാൾ വന്ന സമയത്ത് മഹേഷ് ഷേവിംഗ് ഒക്കെ ചെയ്തിരുന്നു. ആ ഷേവിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് അശ്വിൻ ബാബു മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇതിൽ പങ്കുണ്ടാകാമെന്ന് കരുതി വേഗത്തിൽ അവനെ കാണാൻ വരികയാണ്. മഹേഷ് അപ്പോൾ ഈ നാട് വിട്ടു പോവാൻ പ്ലാൻ ചെയ്യാണ്. ഇവർ വാതിൽക്കൽ വെച്ച് അവനെ ലോക്ക് ചെയ്യുന്നു. എന്തിനാ ഓടാൻ നോക്കുന്നത്, നീയാണോ അത് ചെയ്തത് എന്നിവർ ചോദിക്കുകയാണ്. മഹേഷ് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. താൻ രാത്രി ഭീഷണിപ്പെടുത്തിയത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അശ്വിൻ ബാബു ഒരുപാട് കാശ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. തന്നോട് ഒരുപാട് എമൗണ്ട് കടമായി വാങ്ങിയിരുന്നു. അത് തിരിച്ചു തരാതെ നീട്ടിക്കൊണ്ട് പോവുമായിരുന്നു. അതുകൊണ്ടാണ് വാർണിംഗ് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചത്. താൻ വാർണിംഗ് കൊടുത്തത് അജിത്ത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് അജിത്ത് പോലീസിനോട് പറഞ്ഞാൽ പോലീസ് തന്നെ സംശയിക്കരുത്, അതിനു മുമ്പ് സ്ഥലം വിടണമെന്ന് കരുതിയിട്ടാണ് പോകാൻ നോക്കിയത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നവൻ പറയുന്നു. എന്നാൽ ഇയാളുടെ ഷേവിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് ആരോ കൊലപ്പെടുത്തിയത് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അശ്വിൻ ബാബു സ്ഥിരമായി ചൂതാട്ടം കളിക്കാറുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായല്ലോ. അതിനെപ്പറ്റി അജിത്തിനോട് സംസാരിക്കുന്നു. രാത്രി സമയത്ത് ആ ക്ലബിലേക്ക് നമ്മൾ പോകണം, അവിടെ എന്തോ തകരാറുണ്ടെന്ന് ഹീറോ ചിന്തിക്കുന്നു. നമ്മൾ വേറെ ഗെറ്റപ്പിൽ പോകണം, നമ്മുടെ സ്വന്തം ഗെറ്റപ്പിൽ പോകാൻ പാടില്ല, നീ വേറൊരു ഗെറ്റപ്പ് ഇടാൻ റെഡിയാവ് എന്ന് ഹീറോ പറയുന്നു. അജിത്തും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഇതുവരെ ഹീറോ പോലീസ് ആണെന്ന കാര്യം അജിത്തിന് അറിയില്ല. ഇപ്പോൾ അജിത്ത് താടിയൊക്കെ വെച്ച് വേറൊരു ഗെറ്റപ്പിലേക്ക് മാറുന്നു. ഇവർ രണ്ടുപേരും ചൂതാട്ടം കളിക്കുന്ന പോലെ ആ ക്ലബിലേക്ക് വരുന്നു. അങ്ങനെ വന്നവർ അശ്വിനെ പറ്റി അന്വേഷിക്കുന്നു. അശ്വിൻ ഒരുപാട് കാശ് തോക്കും, ഒരുപാട് പേർക്ക് കണം കൊടുക്കാനുണ്ട് എന്നൊക്കെ അവിടെയുള്ളവർ പറയുന്നുണ്ട്. ഇതുകൂടാതെ അവിടെയുള്ളവർ പതുക്കെ ഇവരോട് ഡ്രഗ് വേണോ എന്ന് ചോദിക്കുന്നു. ഈ ക്ലബിൽ ഡ്രഗ് കുറച്ച് ഇല്ലീഗലായി വിൽക്കുന്നുണ്ട്. ഇവർ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നോക്കുന്നതിനിടയിൽ അജിത്തിന്റെ മീശ ഊരി താഴെ വീഴുന്നു. ഇത് കാരണം ക്ലബ്ബ് നടത്തുന്നവർ ഇവർ തങ്ങളെ പറ്റി അന്വേഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി ഇവരെ പിടിച്ച് തല്ലാൻ നോക്കുന്നു. നമ്മുടെ ഹീറോ നല്ലപോലെ ഫൈറ്റ് ചെയ്യുമല്ലോ. നന്നായി ഫൈറ്റ് ചെയ്ത് അജിത്തിനെ രക്ഷിക്കുന്നു. ഇപ്പോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അജിത്ത് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നീ ആരാ? നീ വേറെ എന്തിനു വേണ്ടി ഇവിടെ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂവിന് വന്നതല്ലല്ലോ. അതെ അജിത്ത്, ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്ന ഹീറോ കാര്യം പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ പോലീസ് അല്ല, ഒരു ഡിറ്റക്റ്റീവായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ ഡ്രഗിന്റെ ഉപയോഗം കൂടുതലാണല്ലോ, അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നത്. യഥാർത്ഥത്തിൽ ഈ അശ്വിൻ ബാബു കൊല്ലപ്പെട്ടതും ഈ ഡ്രഗ് നെറ്റ്വർക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആ ഡ്രഗിന്റെ പ്രശ്നം കാരണമാണ് അശ്വിൻ ബാബു കൊല്ലപ്പെട്ടത്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ഹീറോ വിശദീകരിക്കുന്നു. അജിത്തിനും ഒരു കഥ കിട്ടുമല്ലോ, ഞാനും നിന്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞ അജിത്തും ഹീറോയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ രാവിലെ പോലീസുകാർ ആ സ്ഥലത്തേക്ക് വരികയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇത് തീർച്ചയായിട്ടും കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയായി എന്ന് പോലീസ് പറയുന്നു. നമ്മുടെ ഹീറോയ്ക്കും സന്തോഷമാവുന്നുണ്ട്. എന്നാൽ പോലീസ് പറയുന്നുണ്ട്, ആരാ കൊലപാതകി എന്ന് ഞാൻ കണ്ടുപിടിച്ചു, നീയാണ് ഈ കൊലപാതകം ചെയ്തത്. നീ കൊല ചെയ്തിട്ട് നിന്റെ മേൽ സംശയം വരാതിരിക്കാനാണ് അങ്ങനെ സ്വയം പറഞ്ഞത്. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാണ്,
സർ, ഞാനല്ല ചെയ്തത് എന്ന് ഹീറോ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ കേൾക്കുന്ന മട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇൻസ്പെക്ടർ നടക്കടാ എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോഴേക്കും ഹീറോ തനിക്ക് പരിചയമുള്ള ഒരു ഓഫീസറുടെ നമ്പർ അജിത്തിന് കൊടുത്തിട്ട് പുള്ളിയെ വിളിക്കാൻ പറയുന്നു. അജിത്ത് ഉടനെ ആ ഓഫീസറെ വിളിക്കുന്നു. ഈ സമയത്ത് ഇൻസ്പെക്ടർ, എന്നോട് തന്നെ എത്ര സംസാരിച്ചു, അപ്പോഴും നിന്റെ മേലെ എനിക്ക് സംശയം തോന്നിയിരുന്നടാ, എന്തിനാണ് നീ ഈ കൊലപാതകം ചെയ്തത് എന്നൊക്കെ ഹീറോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് SP ആ സ്ഥലത്തേക്ക് വരുന്നത്. നമ്മുടെ ഹീറോ നമ്പർ കൊടുത്ത് അജിത്ത് വിളിച്ചതുകൊണ്ടാണ് SP അവിടെ വന്നത്. ഇവനൊരു പോലീസ് ഓഫീസറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഇവനെ ആദ്യം വിട് എന്ന് പറഞ്ഞ് SP ഇൻസ്പെക്ടറെ ചീത്ത പറയുന്നു. ഇവന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും ഇൻസ്പെക്ടറോട് പറയുന്നു. അന്വേഷണത്തിനായി പോയ നമ്മുടെ ഹീറോ തിരിച്ച് ആ ലോഡ്ജിലേക്ക് തന്നെ വരികയാണ്. ഡോക്ടറെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഡോക്ടറെ സംബന്ധിച്ച് ഇയാൾ പോലീസാണെന്നൊന്നും അറിയില്ലല്ലോ. ഇയാൾ സ്റ്റേഷനിൽ പോയിട്ട് വന്നതുകൊണ്ട് ഡോക്ടർക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. നീ സ്റ്റേഷനിൽ പോയിട്ട് വന്നില്ലേ, ഇനി നീ ഈ റൂമിൽ നിൽക്കുന്നത് ശരിയല്ല, വേഗം റൂം ഒഴിഞ്ഞോളൂ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് ഹീറോയും സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ ഹീറോയ്ക്കും സുഹൃത്തായ അജിത്തിനും ചെറിയ സുഖമില്ലായ്മയുണ്ട്. അതായത് രണ്ടുപേർക്കും തലവേദനയുടെ പ്രശ്നമുണ്ട്. അതിനായി ഈ ഡോക്ടർ ഈ മരുന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് പറയാറുന്നില്ലേ എന്ന് അജിത്ത് ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോ അജിത്തിനെയും കൂട്ടി റൂമിലേക്ക് വരുന്നു. ഇപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ്. ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കള്ളത്തരത്തിൽ ആരോ റൂമിലേക്ക് വരുന്നു. വന്നയാൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹീറോ കണ്ണു തുറന്ന് അറ്റാക്ക് ചെയ്യാമെന്ന ആളുമായി ഫൈറ്റ് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യാൻ വന്നത് ആരാണെന്ന് അറിയാമോ? ആ ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നു. അങ്ങനെ ഓടുമ്പോൾ പോലീസുകാർ ഡോക്ടറെ വളഞ്ഞു പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡോക്ടർ അവസാനം കൊടുത്ത മരുന്ന് ഒരു മയക്കുമരുന്നായിരുന്നു. ഇവർ മയക്കത്തിലായിരിക്കുമ്പോൾ കഥ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് പുള്ളി വന്നത്. എന്നാൽ ഇവർ മയക്കത്തിലായിരുന്നില്ല, നല്ല ബോധത്തോടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതുപോലെ ഹീറോ നേരത്തെ തന്നെ പോലീസുകാരോട് ആ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഡോക്ടറാണ് ആ നെറ്റ്വർക്കിന് പിന്നിലെന്ന് ഹീറോ കണ്ടുപിടിച്ചിരുന്നു. ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പച്ചമരുന്നുകൾ ഉണ്ടാക്കാൻ ഒരുപാട് ചെടികൾ വാങ്ങുമല്ലോ, അതുപോലെ ചാക്ക് കണക്കിന് ചെടികൾ വന്നിറങ്ങും. നമ്മുടെ ഹീറോയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആ ചെടികൾ ചെക്ക് ചെയ്യുമായിരുന്നു. ഡോക്ടർ അറിയാതെയാണ് ചെക്ക് ചെയ്തത്. അതെല്ലാം കഞ്ചാവ് ചെടികളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഡോക്ടറാണ് ഈ നെറ്റ്വർക്ക് നടത്തുന്നതെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ എങ്ങനെയാണ് കൊലപാതകം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോ രഹസ്യമായി അന്വേഷിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ ഡ്രഗ് വിൽക്കുന്ന ഗുണ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടതായി കാണിച്ചില്ലേ, അവൻ ശരിക്കും ഡ്രഗ് വിൽക്കുന്ന ആളായിരുന്നില്ല. ഗുണ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഈ ഡ്രഗ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അവനൊരു ഡ്രഗ് ഡീലറായി അഭിനയിച്ച് എല്ലാവരും വിശ്വസിപ്പിച്ചതായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഡോക്ടറാണ് സപ്ലയർ എന്ന് മനസ്സിലായിരുന്നു. ഡോക്ടറെ പറ്റി പോലീസിനോട് വിവരം പറയാനിരിക്കുന്നതിന് മുമ്പ് ഡോക്ടർ അവനെ കണ്ടുപിടിച്ചു. അന്ന് രാത്രി ഗുണയെ ഡോക്ടറാണ് കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോൾ നമുക്ക് റിവീൽ ചെയ്യുന്നു. ഡോക്ടർ ആ കൊലപാതകം ചെയ്യുന്നത് അശ്വിൻ ബാബു തന്റെ മുകളിൽ നിന്ന് കണ്ടിരുന്നു. ഡോക്ടർ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അശ്വിൻ ബാബുവിന് ചിന്തയുണ്ടായിരുന്നു. ഡോക്ടറോട് അത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടർ, നീ എന്താ കണ്ടത്, വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി. എന്നാൽ അശ്വിൻ ബാബുവിന് താൻ കണ്ടത് ഡോക്ടറെ തന്നെയാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്ന് രാത്രി ഇവർ രണ്ടുപേരും വഴക്കിട്ടത്. നമ്മുടെ ഹീറോ എലിയുടെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ തറയിൽ ചെവി വെച്ച് കേട്ടത് ഇവരുടെ വഴക്കാണ്. ഈ അശ്വിൻ ബാബുവിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. എനിക്കുള്ള പണം നിങ്ങൾ തരണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും. പോലീസ് അന്വേഷിച്ച് കൊലപാതകം ചെയ്തത് നിങ്ങളാണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചോളൂ, പിന്നീട് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ അശ്വിൻ ബാബു ഭീഷണിപ്പെടുത്തി പോയി. ഇതിൽ ഡോക്ടർ ശരിക്കും ഭയന്നുപോയി. ഇവനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഡോക്ടർ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ ജനൽ വഴിയാണോ പോയത്? പുള്ളി പ്രായമായ ആളല്ലേ, എങ്ങനെ പോകാൻ പറ്റും എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഡോക്ടർ ജനൽ വഴിയല്ല, വേറൊരു രീതി ഉപയോഗിച്ചിട്ടാണ് കൊലപാതകം ചെയ്തതെന്ന് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് അശ്വിൻ ബാബുവിന് ഷുഗർ പ്രോബ്ലം ഉണ്ട്, മൂത്രമൊഴിക്കാൻ രാത്രി സമയത്ത് എഴുന്നേറ്റ് പോകും എന്ന് ഡോക്ടർക്ക് അറിയാം. അവൻ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഡോക്ടർ വേഗത്തിൽ റൂമിൽ കയറി ഒളിച്ചിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ കഥ കഴിക്കാൻ പുള്ളി റെഡിയായി നിന്നു. തിരിച്ചു വരുമ്പോൾ ഡോക്ടർ ആ ഷേവിംഗ് ബ്ലേഡ് വെച്ച് കഴുത്തറുത്ത് അവന്റെ കയ്യിൽ തന്നെ കത്തിവെച്ചു. അങ്ങനെ ചെയ്തിട്ട് ഡോക്ടർ പുറത്തു വന്നു എന്ന് ഹീറോ പറയുന്നു. എങ്ങനെ പുറത്തു വരാൻ പറ്റും, അകത്ത് നിന്നുള്ള ലോക്ക് ഇട്ടിരുന്നില്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അതിന് അജിത്ത് പറയുന്നത്, ഇവർക്ക് ഇനിയും മനസ്സിലായില്ലേ, പുറത്തു നിന്ന് മാഗ്നറ്റ് വെച്ച് വാതിൽ ലോക്ക് ചെയ്യുമല്ലോ, ആ രീതിയാണ് ഡോക്ടർ ഉപയോഗിച്ചത്, ശരിയല്ലേ എന്ന് ഹീറോയെ നോക്കി ചോദിക്കുന്നു. ഹീറോയും അതെ എന്ന് പറയാണ്. അങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ അവർ പിടികൂടി എന്ന് കാണിക്കുന്നു. ഇതുകൂടാതെ ആ ഡോക്ടർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായതുകൊണ്ട് ഇനി അജിത്തിന് അവിടെ തുടരാൻ പറ്റില്ല. ഞാനും ഇനി പുതിയ റൂം നോക്കണമല്ലോ എന്ന് അജിത്ത് സങ്കടപ്പെടുന്നു. അജിത്ത് ഇനി പുതിയ റൂം നോക്കണ്ട, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് ഹീറോ പറയാണ്. സൂപ്പർ, നിന്നിലൂടെ എനിക്കൊരു കഥയും കിട്ടി, ഇപ്പോൾ റൂമും കിട്ടി എന്ന് അജിത്ത് സന്തോഷിക്കുന്നു. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അജിത്തും കുറെ നാളായി കഥയൊന്നും എഴുതിയില്ല എന്ന വിഷമത്തിലല്ലേ. ആദ്യത്തെ കേസ് സോൾവ് ചെയ്തത് അവനൊരു കഥയായി എഴുതുന്നു. ഇപ്പോൾ എല്ലാവരെയും ആ കഥ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അജിത്തിന്റെ കഥ സൂപ്പറാണെന്ന് എല്ലാവരും പ്രശംസിക്കുന്നു. അജിത്തും ഇവിടെ സന്തോഷിക്കുന്നു. ഇപ്പോൾ സത്യ എന്നൊരു പുതിയ ക്യാരക്ടറെ കാണിക്കുന്നു. ഇവരവരുടെ അമ്മാവന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാവിലെ അമ്മാവന് വേണ്ടി ചായയൊക്കെ റെഡിയാക്കുന്നു. കുറച്ച് സങ്കടത്തോടെയാണ് റെഡിയാക്കുന്നത്. ചായ കൊടുക്കാൻ റൂമിലേക്ക് വരുമ്പോൾ അമ്മാവൻ യാതൊരു അനക്കവുമില്ലാതെ കിടക്കുകയാണ്. നോക്കുമ്പോൾ അമ്മാവനെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. പേടി കാരണം അവരവിടെ വെച്ച് അലറി വിളിക്കാൻ തുടങ്ങുന്നു. പോലീസുകാർ അവിടെ എത്തി വിവരം അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അജിത്ത് ഹീറോയ്ക്കായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വരുമോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. ഹീറോ കഴിച്ചു നോക്കിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് അഭിനന്ദിക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് വിവരം ലഭിക്കുന്നത്. എന്താ കാര്യം എന്ന് അജിത്ത് ചോദിക്കുമ്പോൾ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് ഹീറോ പറയുന്നു.
ഹീറോയും അജിത്തും ആ വീട്ടിലേക്ക് വരുമ്പോൾ ഇൻസ്പെക്ടർ ഒരാളെ ചോദ്യം ചെയ്യാണ്. ഇയാളുടെ പേര് ഗുരു എന്നാണ്. ഈ വീട്ടിലെ ജോലിക്കാരനാണ്. ഹീറോയെ കണ്ട ഉടനെ ഇൻസ്പെക്ടർ വന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് കേട്ടു, സന്തോഷം എന്ന് ഹീറോ പറയാണ്. എല്ലാത്തിനും കാരണം നിങ്ങളാണല്ലോ എന്ന് ഇൻസ്പെക്ടറും പറയുന്നു. ഇയാൾ ആ ഗുരുവിനോട് ചോദിച്ചപ്പോൾ മോട്ടിലാൽ ദേഷ്യത്തോടെ രാത്രി വീട് വിട്ടു പോകുന്നത് ഞാൻ കണ്ടു എന്നവൻ പറയാണ്. അതായത് മോട്ടിലാൽ എന്നൊരാൾ രാത്രി വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്. അവനായിരിക്കും ഈ കൊലപാതകം ചെയ്തതെന്ന സംശയത്തിലാണ് ഇൻസ്പെക്ടർ. ആദ്യം കേസിന്റെ ഡീറ്റെയിൽസ് പറ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇൻസ്പെക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ വീട്ടിലൊരു പ്രായമായ ആളുണ്ട്. പുള്ളിക്ക് ബന്ധുക്കളായി 2 പേരുണ്ട്. സഹോദരന്റെ മക്കളായ രേവന്ത് എന്നൊരു പയ്യനും സത്യ എന്നൊരു പെൺകുട്ടിയും. ഇതുകൂടാതെ പുള്ളി 2 പേരെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. മോട്ടിലാൽ എന്നും ദീപക് എന്നും പേരുള്ള 2 പേര്. ദീപകിനെ സംബന്ധിച്ച് അവന് ശരിക്കും നടക്കാൻ കഴിയില്ല. ഈ 4 പേരെയും സ്വന്തം മക്കളെ പോലെയാണ് പുള്ളി വളർത്തുന്നത്. സ്വത്ത് എഴുതുന്ന കാര്യം വന്നപ്പോൾ സ്വന്തം ബന്ധുക്കൾക്ക് മാത്രം സ്വത്ത് എഴുതാം, ദത്തെടുത്ത് വളർത്തിയവർക്ക് സ്വത്ത് കൊടുക്കണ്ട എന്ന് പുള്ളി തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ടാണ് മോട്ടിലാൽ ഇത് ചെയ്തതെന്നാണ് തോന്നുന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അവസാനം ഒരാഴ്ചയായി പുള്ളി സ്വത്ത് എങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ പറയുന്നു. അപ്പോഴാണ് മോട്ടിലാലിനെയും ദീപകിനെയും കാണിക്കുന്നത്. മോട്ടിലാൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് 2 പേർക്ക് മാത്രം മുഴുവൻ സ്വത്ത് എഴുതുന്നത്? ഞങ്ങളെ അങ്ങനെ വിടാമോ എന്ന് ദേഷ്യപ്പെടുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളല്ലല്ലോ, നിങ്ങൾക്കും ഒരു നിശ്ചിത ഭാഗം ഞാൻ എഴുതുന്നുണ്ട്, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് അങ്കിള് പറയുന്നു. അല്ലല്ല, ഞങ്ങൾക്കും തുല്യമായി നൽകണം എന്ന് മോട്ടിലാൽ അവകാശത്തോടെ ചോദിക്കുന്നു. അതായത് അവർ 2 പേരും ബന്ധുക്കളുടെ മക്കളാണ്, ഇവരെടുത്ത് വളർത്തിയവരും. പക്ഷെ ഇവർക്കും തുല്യമായ സ്വത്ത് വേണം. നടക്കാൻ വയ്യാത്ത ദീപക് ഇതൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ മോട്ടിലാൽ വലിയ അവകാശത്തോടെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഹീറോയ്ക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലായി. ബോഡി ഒന്ന് നോക്കാന്ന് പറഞ്ഞ് റൂമിലേക്ക് വരികയാണ്. ആങ്കിളിന്റെ ബോഡിയുടെ പുറകിലായി സൂചി വെച്ച് കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണുന്നു. 3 തവണ കുത്തിയിട്ടുണ്ട്. 3ാമത്തെ കുത്തിലാണ് അയാൾ മരിച്ചിരിക്കുന്നത്. സൂചി വെച്ച് എങ്ങനെ കുത്തിക്കൊല്ലാൻ പറ്റും എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ചിലപ്പോൾ വിഷം കൊടുത്തിട്ടുണ്ടാവും, വേഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങും എന്ന് ഹീറോ പറയുന്നു. ഇതുകൂടാതെ വാതിലിനടുത്ത് കാപ്പി ചിതറി കിടക്കുന്നത് കാണുന്നുണ്ട്. എന്താ ഇവിടെ കാപ്പി കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇൻസ്പെക്ടർ പറയുന്നത് സത്യ എന്ന പെൺകുട്ടി കാപ്പി കൊടുക്കാൻ വന്നപ്പോഴാണ് ഷോക്കായത്, അവളുടെ കയ്യിൽ നിന്നും വീണതാകാം എന്നാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ച ഹീറോ അവിടെ ഇരുന്ന കാപ്പി കുടിച്ചു നോക്കുകയാണ്. ആ കാപ്പിയിൽ തീരെ മധുരമില്ല എന്ന് മനസ്സിലാവുന്നു. എന്താ മധുരമില്ലാത്തത് എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. കാപ്പി കൊടുക്കാൻ വന്ന സത്യ ഷോക്കായല്ലോ. അവരെ ചോദ്യം ചെയ്യാനായി ഹീറോ വരികയാണ്. എപ്പോഴും എത്ര സ്പൂൺ പഞ്ചസാര ഇടും എന്ന് ചോദിക്കുന്നു. 3 സ്പൂൺ ഇടും എന്ന് അവള് പറയുന്നു. ഇന്നിടാൻ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. കാരണം മധുരമില്ലാത്തത് ഹീറോ ശ്രദ്ധിച്ചിരുന്നല്ലോ. അവര് മറുപടി ഒന്നും പറയാതെ മിഴിച്ചു നിൽക്കുകയാണ്. സത്യ തുന്നൽ ജോലികൾ ചെയ്യുന്നവളാണ്, നന്നായി തുന്നിയിട്ടുണ്ടല്ലോ എന്ന് ഹീറോ അഭിനന്ദിക്കുന്നു. ശരി, സൂചികളൊക്കെ ഒന്ന് കാണിക്കേ എന്ന് ചോദിക്കുകയാണ്. അവരൊരു ബോക്സിൽ കുറെ സൂചികൾ വെച്ചിട്ടുണ്ട്, അതെടുത്ത് നോക്കുകയാണ്. എത്ര സൂചി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 5 സൂചികൾ എന്ന് അവർ പറയുന്നു. എന്നാൽ അവിടെ 4 എണ്ണേ ഉള്ളൂ. അതിൽ നിന്നും ഒരു സൂചി എടുത്തിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നു. എങ്ങനെ അത് മിസ്സായി എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല എന്നവർ മേടിച്ചു നിന്നുകൊണ്ട് പറയുന്നു. അങ്കിൾ രാത്രിയാണ് കൊല്ലപ്പെട്ടത്. മോട്ടിലാൽ അവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് ഇവർക്കറിയാം. ഇതുകൂടാതെ സത്യയുടെ സഹോദരനായ രേവന്ത് എന്നയാളും രാത്രി മുതൽ മിസ്സിംഗ് ആണ്. അവനായിരിക്കും ഇത് ചെയ്തത് എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. ഈ ചർച്ചകൾക്കിടയിൽ എന്റെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സത്യ പറയുന്നു. അപ്പൊ തന്നെ രേവന്ത് ആ സ്ഥലത്തേക്ക് വരുന്നു. വന്ന ഉടനെ അങ്കിൾ മരിച്ചുപോയെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പുള്ളി സങ്കടപ്പെടുകയാണ്. അതെ ചേട്ടാ എന്ന് പറഞ്ഞ് ഇവരും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇപ്പോൾ ഹീറോ രേവന്തിനോട് സംസാരിക്കാനായി അയാളുടെ റൂമിലേക്ക് വരുന്നു. രേവന്ത് മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. മെഡിക്കലുമായി ബന്ധപ്പെട്ട കുറെ ചാർട്ടുകളും ബുക്കുകളും അവിടെയുണ്ട്. മെഡിക്കൽ സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. ഇന്നലെ രാത്രി നീ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ഞാൻ സിനിമയ്ക്ക് പോയി എന്ന് പറയുന്നു. ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവസാനമായി അങ്കിളിനോട് എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രേവന്ത് നടന്ന കാര്യങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ അങ്കിളിനെ സംബന്ധിച്ച് അവർ 2 പേർക്കും സ്വത്ത് എഴുതരുത്, സ്വന്തം ബന്ധുക്കളുടെ മക്കൾക്ക് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന തീരുമാനത്തിലാണ്. അപ്പോൾ രേവന്ത് സംസാരിക്കാൻ വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 4 പേരെയും സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് തുല്യമായി എഴുതുന്നതല്ല അങ്കിൾ ശരി എന്നവൻ ചോദിക്കുന്നു. ആർക്ക് എത്ര കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നീ ബുദ്ധി ഒന്നും ഉപദേശിക്കണ്ട, അതിനുള്ള പ്രായം നിനക്കായിട്ടില്ല എന്ന് അങ്കിൾ പറയുന്നു. അതായത് നിങ്ങളെ ഇത്രയും നാൾ ഞാൻ നല്ല രീതിയിൽ വളർത്തിയില്ലേ, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ, സ്വത്തൊന്നും എഴുതി വെക്കാൻ പറ്റില്ല എന്ന് കുറച്ച് ദേഷ്യത്തോടെ അങ്കിൾ സംസാരിക്കുന്നു. ഇത് കേട്ട് അപ്സെറ്റായ രേവന്ത് ദീപകിന്റെ റൂമിലേക്ക് വരികയാണ്. അതായത് നടക്കാൻ കഴിയാത്ത ദീപകിന്റെ അടുത്തേക്ക് വരികയാണ്. പൂർണ്ണമായി നടക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മുടന്തിയാണ് നടക്കുന്നത്. അങ്കിൾ ഇങ്ങനെ സംസാരിച്ചു, ഞാൻ എല്ലാവർക്കും തുല്യമായി വിധിക്കാൻ പറഞ്ഞാണ് ചോദിച്ചത്, പക്ഷെ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് രേവന്ത് സങ്കടപ്പെടുന്നു. നിന്റെ അങ്കിൾ എന്ത് തീരുമാനം എടുത്താലും ശരിയായിരിക്കും, ഞങ്ങളിനി ഞങ്ങളുടെ ലൈഫ് വേറെ രീതിയിൽ നോക്കിക്കോളാം, ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും സംസാരിക്കേണ്ട എന്ന് ദീപക് പറയുന്നു. ശരി, രേവന്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ സിനിമയ്ക്ക് പോവാന്ന് തീരുമാനിക്കുന്നു. ഏട്ടാ നിങ്ങളും സിനിമയ്ക്ക് വരുന്നോ എന്ന് ദീപകിനോട് ചോദിക്കുകയാണ്. ഞാൻ സിനിമയ്ക്ക് വന്നാൽ നിനക്ക് വെറുതെ ബുദ്ധിമുട്ടാവും, എന്നെ നീ താങ്ങി കൊണ്ടുപോകേണ്ടി വരും, അതുകൊണ്ട് നീ മാത്രം പോയിട്ട് വാ എന്ന് ദീപക് പറയുന്നു. ശരി ചേട്ടാ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൻ പോയി. ഇതാണ് നടന്നതെന്ന് രേവന്ത് പറയാണ്. ഇവരടുത്തതായി ദീപകിനോട് സംസാരിക്കാൻ വരുന്നു. രേവന്ത് എത്ര മണിക്ക് വന്നു, എപ്പോ പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. രേവന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നതെന്ന് ദീപക്കും പറയുന്നു. ശരി, മോട്ടിലാലിനെ പറ്റി പറ എന്ന് ചോദിക്കുമ്പോൾ മോട്ടിലാൽ നല്ലവനാണ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അങ്കിളിനോട് വളരെ ദേഷ്യപ്പെട്ടൊക്കെ അവൻ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു.
അപ്പോൾ മോട്ടിലാൽ ചെയ്തിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്തിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല എന്ന് ദീപക് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജോലിക്കാരൻ വിവരം പറയാൻ വരുന്നു. ഈ വീട്ടിൽ 2 ജോലിക്കാരാണുള്ളത്. ഒരാൾക്ക് കുറച്ച് പൊക്കം കുറവാണ്, മറ്റൊരാൾക്ക് നല്ല പൊക്കമുണ്ട്. പൊക്കമുള്ള ആളാണ് ഈ വിവരം പറയുന്നത്. അതായത് മോട്ടിലാലിനെ പോലീസ് പിടിച്ചു എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും താഴേക്ക് വരുന്നു. മോട്ടിലാലിനെ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്യാണ്. നീയാണ് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് പറയാണ്. എനിക്ക് അങ്കിളിനോട് ദേഷ്യം ഉണ്ടായിരുന്നത് സത്യമാണ്, എന്നാൽ ഞാനല്ല കൊലപാതകം ചെയ്തത് എന്ന് മോട്ടിലാൽ പറയുന്നു. ശരി, നീ എവിടെയായിരുന്നു, എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ഒരു വേശ്യയുടെ കൂടെ പോകാനാണ് ഇറങ്ങിയത് എന്നവൻ പറയുന്നു. ശരി, ഇവനെ ലോക്ക് ചെയ്ത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. നിനക്ക് ആരെയാണ് സംശയം എന്ന് അജിത്ത് ചോദിക്കുകയാണ്. ഹീറോ പറയുന്നത് എനിക്ക് സത്യയുടെ മേലെ ചില സംശയങ്ങളുണ്ട് എന്നാണ്. കാരണം സത്യയോട് സംസാരിക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായി ഹീറോയ്ക്ക് തോന്നിയിരുന്നു. എപ്പോഴും കാപ്പി കൊടുക്കുന്നവൾ എങ്ങനെയെന്ന് മധുരമില്ലാതെ കാപ്പി കൊണ്ടുപോയി? ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കുണ്ട് എന്ന് പുള്ളി പറയുന്നു. സത്യ എങ്ങനെ ഇത് ചെയ്യും? സത്യയ്ക്കും രേവന്തിനും അല്ലേ അങ്കിൾ സ്വത്ത് എഴുതാൻ പോകുന്നത്? അവരെന്തിനു ചെയ്യണം എന്ന് അജിത്ത് ചോദിക്കുന്നു. അങ്ങനെയല്ല, അങ്കിൾ വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അന്തിമ തീരുമാനം അങ്കിളല്ല എടുക്കുന്നത്. ഒരു പക്ഷേ തുല്യമായി എഴുതിയാലോ എന്ന പേടിയിൽ ചിലപ്പോൾ സത്യമോ രേവന്തോ തന്നെ ഇത് ചെയ്തേക്കാം എന്ന് ഹീറോ പറയുന്നു. ആദ്യം മോട്ടിലാൽ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേശ്യകളുള്ള സ്ഥലത്തേക്ക് ഇവർ വരുന്നു. അവൻ താനൊരു പെണ്ണിന്റെ കൂടിയാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പെണ്ണിനോട് ഇവർ ചോദിക്കുന്നു. ആ പെണ്ണും മോട്ടിലാൽ വന്നിരുന്നെന്ന് സമ്മതിക്കുന്നു. അവൻ എപ്പോഴാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയ ഒരു സമയമാണ് അവർ പറയുന്നത്. ശരി, ആവശ്യമുണ്ടെങ്കിൽ കോടതിയിൽ വന്ന് പറയേണ്ടി വരും, പറയോ എന്ന് ചോദിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് പറയാം എന്ന് അവർ സമ്മതിക്കുന്നു. മോട്ടിലാൽ ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന വിവരം ഇൻസ്പെക്ടറോട് പറയുന്നു. എന്നാൽ ഇൻസ്പെക്ടർ അത് അംഗീകരിക്കുന്നില്ല. വേശ്യകൾ പറയുന്നതാണോ സാക്ഷി? സാറ് പറയുന്ന ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ മോട്ടിലാലിനെ നന്നായി തല്ലുന്നുണ്ട്, അവൻ തന്നെ സത്യം സമ്മതിച്ചോളും എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. എന്താ പുള്ളി പറഞ്ഞാൽ വിശ്വസിക്കാത്തത് എന്ന് ഹീറോയും ചിന്തിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ മോട്ടിലാലിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു. ഹീറോയെ സംബന്ധിച്ച് സത്യയെ സംശയിക്കുന്ന പോലെ തന്നെ രേവന്തിനെയും സംശയമുണ്ട്. കാരണം എന്താണെന്ന് അജിത്ത് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. രേവന്ത് മെഡിക്കൽ വിദ്യാർത്ഥിയാണല്ലോ, അവനൊരു പ്രത്യേക ഭാഗം മാത്രം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ കഴുത്തിലൊരു പ്രത്യേക പോയിന്റിൽ സൂചി വെച്ച് കുത്തിയാൽ മരണം സംഭവിക്കും എന്നൊരു വിവരമായിരുന്നു അത്. സൂചി വെച്ച് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുത്ത് ശരിയായില്ല, രണ്ടാമത്തേതും ശരിയായില്ല, 3ാമത്തെ തവണയാണ് കറക്റ്റായി കുത്തിക്കൊന്നത്. അതുകൊണ്ട് അത് അവനാണോ ചെയ്തത് അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയണം എന്ന് ഹീറോ പറയുന്നു. അങ്കിളിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആദ്യം ക്ലോറോഫോം കൊടുത്ത് മയക്കിയിട്ടാണ് പിന്നീട് കഴുത്തിൽ സൂചി വെച്ച് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ക്ലോറോഫോം ആരുടെ റൂമിലാണ് ഉള്ളതെന്ന് പരിശോധിച്ചപ്പോൾ രേവന്തിന്റെ റൂമിലാണ് ക്ലോറോഫോം ഉള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ രേവന്തിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സത്യ വിളിച്ച ഹീറോയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് പറയാണ്. അവൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഹീറോ അജിത്തിനോട് പറയുന്നു. സത്യയെ കാണാനായി ഹീറോ ഹോട്ടലിലേക്ക് തിരിക്കുന്നു. അവിടെ കാത്തിരിക്കുമ്പോൾ സത്യ അവിടേക്ക് വരികയാണ്. എന്റെ ചേട്ടൻ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചേട്ടനെ രക്ഷിക്കണം എന്നവർ പറയുന്നു. നിന്റെ ചേട്ടനെ രക്ഷിക്കുന്നൊക്കെ ഇരിക്കട്ടെ, ആദ്യം നീ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്നോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് ഹീറോ പറയുന്നു. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നവർ പറയാണ്. ഈ സ്ഥലത്ത് വെച്ച് ഹീറോ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കാപ്പി ചിലപ്പോൾ വീണതായിരിക്കാം, ഷോക്കായിട്ട് വീണതായിരിക്കാം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഷോക്കായി വന്നിരുന്നെങ്കിൽ താഴെയുള്ള കപ്പിലും കാപ്പി ആകുമായിരുന്നു. എന്നാൽ താഴെയുള്ള കപ്പിൽ കാപ്പി ആവാതെ തറയിൽ മാത്രമാണ് കാപ്പി വീണത്. അതുകൊണ്ട് നീ തന്നെയാണ് ആ കാപ്പി അവിടെ ഒഴിച്ചത്. എന്തിനാണ് ഒഴിച്ചത്? കാരണം അങ്കിൾ മരിച്ച കാര്യം നിനക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനുവേണ്ടി നീ കാപ്പി അവിടെ ഒഴിച്ചു, ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. ഇയാൾ കറക്റ്റായി പറയുന്നുണ്ടല്ലോ എന്ന് കരുതി സത്യം മേടിച്ചു നിൽക്കുകയാണ്. അതെ എന്ന് അവർ സമ്മതിക്കുന്നു. എന്താ നടന്നതെന്ന് വ്യക്തമായി പറ എന്ന് ഹീറോ ചോദിക്കുന്നു. അവരും എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ രാത്രി സമയത്ത് തുന്നൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങളുടെ റൂമിൽ നിന്നും സൗണ്ട് കേട്ടു. എന്താണെന്ന് നോക്കാൻ വന്നപ്പോൾ ചേട്ടൻ റൂമിലേക്ക് പോകുന്നതാണ് ഇവർ കണ്ടത്. ചേട്ടൻ സംസാരിക്കാൻ പോയതായിരിക്കും എന്ന് കരുതി ഇവരത് കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞ് അവർക്ക് ഉറക്കം വന്നു. അതിനുശേഷം അങ്കിളിനോട് സംസാരിക്കാമെന്ന് കരുതി ആ റൂമിലേക്ക് പോയപ്പോൾ അങ്കിൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ അങ്കിൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയ്യോ, അങ്കിൾ മരിച്ചല്ലോ, എൻ്റെ ചേട്ടനാണല്ലോ അവസാനം ഇവിടെ വന്നത്, അപ്പോൾ ചേട്ടനായിരിക്കും ഇത് ചെയ്തത് എന്നവർ വല്ലാതെ ഭയന്നു. സ്വന്തം ചേട്ടനല്ലേ, അവൻ പിടിക്കപ്പെടരുതെന്ന് കരുതി രാത്രി നടന്ന ആ സംഭവം അവരങ്ങനെ തന്നെ മറച്ചു വെച്ചു. രാവിലെ ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് പഞ്ചസാരയൊന്നും ഇടാതെ വന്നത്. ഇതാണ് നടന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ചേട്ടൻ കൊലപാതകം ചെയ്തിട്ടുണ്ടാവില്ല, എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. നീ പറയുന്നതനുസരിച്ച് നിന്റെ ചേട്ടൻ തിയേറ്ററിൽ പോവാതെ അവിടെ വന്നു പോയതാണല്ലോ, ഞാൻ അന്വേഷിക്കാം എന്ന് ഹീറോ പറയുന്നു. ആ അങ്കിൾ തന്റെ വിൽപത്രം ലോയർക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ ലോയർ വേഗം വന്ന് വിൽപത്രത്തിൽ എന്താണുള്ളതെന്ന് അവരെ അറിയിക്കും. അജിത്തിനോട് നമുക്കൊന്ന് തിയേറ്ററിൽ പോയി വന്നാലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ശരി, പോവാന്ന് അജിത്തും സമ്മതിക്കുന്നു. രേവന്ത് ഏത് തിയേറ്ററിലാണോ പോയത് ആ തിയേറ്ററിൽ ഷോ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വരുന്നു. നടന്നിട്ടാണ് വീട്ടിലേക്ക് വന്നതെന്ന് അവൻ പറഞ്ഞിരുന്നു. നമ്മളും നടന്നു തന്നെ പോവാന്ന് ഹീറോ പറയാണ്. ഹീറോ തന്റെ വീട്ടിലേക്ക് പോവാതെ നേരെ അങ്കിളിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള പള്ളിയിലെ ബെല്ലടിക്കുന്നു. ഇത് ശ്രദ്ധിച്ച ഹീറോ അവിടെയുള്ള ഗുരുവിനോട് സംസാരിക്കാൻ വരുന്നു. അന്ന് രാത്രി രേവന്ത് വീട്ടിലേക്ക് വന്നത് നീ ശ്രദ്ധിച്ചിരുന്നോ? എന്ത് സമയമായി കാണും എന്ന് ചോദിക്കുകയാണ്.
സാർ ഏകദേശം ഇതേ സമയമായിരുന്നു, കാരണം അപ്പോഴും ഇതുപോലെ ബെല്ലടിച്ചിരുന്നു എന്ന് ഗുരു പറയുന്നുണ്ട്. ഗുരു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ രേവന്ത് സത്യമായിട്ടും തിയേറ്ററിൽ പോയിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഇവരെ പോലെ തന്നെ നടന്നാണ് വന്നത്. അവൻ തെറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് ഹീറോയ്ക്ക് തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് സത്യ രേവന്തിനെ കണ്ടത് എന്നൊക്കെ പുള്ളി ചിന്തിക്കാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഇൻസ്പെക്ടർ വന്നിട്ട് ആ സ്വത്തിന്റെ ഡീറ്റെയിൽസ് വന്നു സാർ. അങ്കിൾ 4 പേർക്കും തുല്യമായിട്ടാണ് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എവിടെ ആ ഡോക്യുമെന്റ് കാണിക്ക് എന്ന് പറഞ്ഞ് ഹീറോ അത് വാങ്ങി നോക്കുകയാണ്. ആ ഡോക്യുമെന്റിൽ പുള്ളി എന്തോ കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇവർ സംസാരിക്കുന്നതെല്ലാം ഒരുത്തൻ ഒളിഞ്ഞത് കേൾക്കുന്നുണ്ട്. ഈ വീട്ടിലെ 2 ജോലിക്കാരിൽ പൊക്കമുള്ളവനാണ് അത് കേൾക്കുന്നത്. ഹീറോ പെട്ടെന്ന് ആ റൂമിന്റെ വാതിൽ തുറന്ന് അവനെ ലോക്ക് ചെയ്യുന്നു. രേവന്തിന്റെ റൂമിൽ വെക്കാൻ ക്ലോറോഫോം വാങ്ങിയത് ഇവനാണ്, ഇവനെ കൊണ്ടുപോ എന്ന് പറയുന്നു. അപ്പോൾ ഇവനാണോ കൊല ചെയ്തത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ഹീറോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഹീറോ ഇപ്പോൾ ദീപകിനെ കാണാനായി അയാളുടെ റൂമിലേക്ക് വരുന്നു. ദീപക് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ വളരെ കാഷ്വലായി സംസാരിക്കുന്നു. ദീപക്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അങ്കിൾ 4 പേർക്കും തുല്യമായിട്ടാണ് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്കിൾ നല്ലവനാണ് സാർ, അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് ദീപക് പറയുന്നു. അങ്കിളിനെ ആരായിരിക്കും കൊന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് ദീപക് പറയുന്നു. എന്താ ദീപക് അറിയില്ല എന്ന് പറയുന്നത്? നിങ്ങളല്ലേ ചെയ്തത് എന്ന് ഹീറോ ചോദിക്കുന്നു. ഇത് കേട്ട കൂടെയുള്ള അജിത്തും ഷോക്കാവുന്നു. സത്യത്തിൽ ദീപക് രേവന്തിന്റെ കയ്യിൽ നിന്നും നിന്റെ ബുക്ക് എനിക്ക് വേണം, വായിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ബുക്ക് വാങ്ങിയിരുന്നു. ചേട്ടാ ബുക്ക് വായിച്ചോ എന്ന് രേവന്ത് ചോദിച്ചപ്പോൾ കുറച്ചുകൂടെ വായിക്കാൻ ബാക്കിയുണ്ട്, ഞാൻ തീർത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ദീപക് അവനെ പറഞ്ഞു വിട്ടിരുന്നു. അതൊക്കെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും ദീപക് എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീപക്, നീ ഇട്ട പ്ലാനൊക്കെ വേസ്റ്റ് ആയിപ്പോയി. സ്വത്ത് 4 പേർക്ക് എഴുതി വെച്ച രീതിയിൽ തന്നെയാണ് നീ ആ ഡോക്യുമെന്റ് റെഡിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ സാക്ഷിയൊപ്പ് 2 പേരുടേത് വേണം, എന്നാലേ അത് വാലിഡ് ആവൂ. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് എഴുതിയ വിൽപത്രമേ നിലനിൽക്കൂ. ഇതിനു മുമ്പ് എഴുതിയതിൽ അവർ 2 പേർക്കും മാത്രമേ സ്വത്ത് പോകൂ. നിനക്ക് സ്വത്ത് കിട്ടില്ല എന്ന് ഹീറോ പറയുന്നു. ഇതാണ് ആ ഡോക്യുമെന്റിൽ ഹീറോ കണ്ടുപിടിച്ചത്. എന്ത്, അപ്പം നമ്മൾ മാറ്റി എഴുതിയത് വെറുതെ ആയോ എന്ന് കരുതി ദീപക് ഷോക്കാവുന്നു. അപ്പോൾ എനിക്ക് സ്വത്ത് കിട്ടില്ലേ എന്ന് വല്ലാത്ത സങ്കടത്തോടെ ദീപക് ചോദിക്കുന്നു. ദീപകാണ് എന്തോ ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു. ദീപക് ചെയ്ത കാര്യങ്ങളെല്ലാം ഹീറോ വ്യക്തമായി കണ്ടുപിടിക്കുന്നു. ദീപക്കും റൂമിൽ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നു. ഇപ്പോൾ അജിത്തിനോടും സത്യയോടും എന്താണ് നടന്നതെന്ന് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പോൾ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുകയാണ്. മോട്ടിലാൽ സ്വത്ത് കിട്ടില്ല എന്നറിഞ്ഞ് പരസ്യമായി തന്നെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ദീപക് ആ സങ്കടം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. രേവന്ത് സിനിമയ്ക്ക് പോകുമ്പോൾ അവന്റെ തോർത്ത് അല്ലെങ്കിൽ ഷോൾ അവിടെ ഇട്ടിട്ടാണ് പോയത്. ഈ തോർത്ത് ഉപയോഗിച്ച് നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാം എന്ന് ദീപക് പ്ലാൻ ചെയ്യുന്നു. ദീപക് നേരത്തെ തന്നെ ആ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചിരുന്നു. ആ രീതിയിൽ ചെയ്ത് കൊലപ്പെടുത്താം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ദീപക് വളരെ സൈലന്റ് ആയി അങ്കിളുടെ റൂമിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് സൗണ്ട് കേട്ട് സത്യ നോക്കിയത്. തന്റെ ചേട്ടനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ വന്നത് ദീപക് ആയിരുന്നു. ദീപക് നേരത്തെ തന്നെ ക്ലോറോഫോം ആ ജോലിക്കാരനെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു. ജോലിക്കാരനെ ഇപ്പോൾ പിടിച്ചല്ലോ, അവൻ ദീപകാണ് വാങ്ങാൻ പറഞ്ഞതെന്ന് സമ്മതിക്കാൻ പോവാണ്. ദീപക് അങ്കിളിനെ മയക്കിയതിനു ശേഷം അവന് വേണ്ട രീതിയിൽ ആ സ്വത്ത് പേപ്പറുകൾ ടൈപ്പ് ചെയ്യുന്നു. അത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അങ്കിളിനെ സൂചി വെച്ച് കുത്തി കൊല്ലണം എന്ന് കരുതി ആദ്യത്തെ തവണ കുത്തുന്നു, മിസ്സാവുന്നു. 2ാമത്തെ തവണ കുത്തുന്നു, അതും മിസ്സാവുന്നു. 3ാമത്തെ തവണ കറക്റ്റായി കുത്തി കഥ കഴിക്കുന്നു. ഇതൊക്കെ ഹീറോ വിവരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന സത്യ, അയാളെ ചേട്ടനായിട്ടാണ് ഞങ്ങൾ കണ്ടത്, അയാൾ ഇങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അവൻ തന്നെയാണ് ചെയ്തത് എന്ന് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകാൻ നോക്കിയല്ലോ, അതിനുള്ളിൽ അവൻ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു. അപ്പോൾ എല്ലാവരും നിലവിളിക്കുകയാണ്. സൗണ്ട് കേട്ട് ഹീറോയും ആ സ്ഥലത്തേക്ക് ഓടി വരുന്നു. നോക്കുമ്പോൾ ദീപക് മുകളിൽ നിന്ന് ചാടി മരിച്ചിരിക്കുന്നു. എനിക്ക് കാലുകൾ വയ്യ, സ്വത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് എഴുതി വെച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഹീറോ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോ സത്യയെ കല്യാണം കഴിച്ചിരുന്നു. സത്യയെ ഈ കേസിന്റെ ആവശ്യത്തിനായി ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ സത്യയ്ക്കും അജിത്തിനും വേണ്ടി പുള്ളി പാചകം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഇതോടെ ഈ സീരീസിന്റെ കഥ അവസാനിക്കുന്നു. സോ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.